ഹായ് ഫ്രണ്ട്സ്, അനിയുടെയും മന്തുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ ആകെ സങ്കടത്തിലാണ്. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല, മറിച്ച് ആബിയാണെന്നുള്ള കാര്യം അറിഞ്ഞത് മുതൽ ജലജ ആകെ ഷോക്കിലാണ്. ആ സമയത്ത് ആബിയാണെങ്കിൽ ജലജയെ സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആദർശ് ജയിലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ്. ആദ്യം അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് വലിയ വിശ്വാസമൊന്നും ആകുന്നില്ലെങ്കിലും ഇനി ഉടനെ തന്നെ ഈ വിവരം എല്ലാവരും അറിയും. അപ്പം അമ്മയ്ക്ക് എല്ലാവരും കരയുന്ന കണ്ട് സന്തോഷിക്കാന്നൊക്കെ തന്നെ ആബി പറയുകയാണ്. തൽക്കാലം ഒരു ആശ്വാസം പോലെ ജലജയുടെ മനസ്സിലേക്ക് ഈ ഒരു വാർത്ത സന്തോഷം കൊണ്ടുവന്നു. എന്നിട്ട് അബി ഉറപ്പ് പറയുന്നുണ്ട്, അതെ അമ്മേ, ഇത് അമ്മയ്ക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ചതുപോലെ തന്നെ എല്ലാ വേദനകളും അയാളും അനുഭവിക്കുമെന്ന്. അതുപോലെ തന്നെ അവൻ ജയിലിലായി. അവൻ ജയിലിലായതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് ആരെയും വിളിക്കാത്തത്. ഇതുവരെ ഇവരെ വിളിച്ചിട്ടില്ലല്ലോ, ഈ വീട്ടിലുള്ളവരെ അവൻ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. അവൻ വിളിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും ഓർത്ത് ഇവിടെയുള്ള എല്ലാവരും തീ നിന്ന് നടക്കുകയല്ലേ. അതിന്റെ കാരണം ഇത് തന്നെയാമേ, അവൻ ജയിലിലായതുകൊണ്ടാണ് അവൻ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. ആദർശ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ നയന ഒത്തിരി സങ്കടപ്പെട്ടല്ലേ നടക്കുന്നത്. അങ്ങനെ നീറി അവളുടെ വയറ്റിലുള്ള കുഞ്ഞും കൂടി ഇല്ലാതാകണം. അതുകൊണ്ട് അമ്മ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്തിന് ചിന്തിച്ച് സങ്കടപ്പെടണ്ട. ഇത് അമ്മയ്ക്ക് സന്തോഷിക്കാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാ. ഇനി അധികം വൈകാതെ തന്നെ അവൻ ജയിലിലാണെന്നുള്ള വിവരം ഇവിടെയുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. നവിക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ആകും. അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ എന്നൊക്കെ തന്നെ പറയുക. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചതാ. എന്നാലും ആ ചന്തുമോളുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് മനസ്സിനകത്ത് തീയാടാ. നിന്റെ ഭാര്യ നവ്യ എങ്ങാനും ഇത് അറിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താ നിനക്കറിയാമല്ലോ. അവൾ നിന്നെ വെട്ടിക്കൊല്ലും ഉറപ്പാന്നൊക്കെ തന്നെ ജലജ ആ സമയത്ത് പിന്നെയും പറയുക കേട്ടോ. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അമ്മേ, അവൾ അങ്ങനെ അറിഞ്ഞാലും അവൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത രീതിക്ക് ഞാൻ ഈ കാര്യം ഒന്ന് സോൾവ് ചെയ്താൽ പോരെ. അമ്മ അതുകൊണ്ട് സമാനമായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അയാൾ ഇനി അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. നാട്ടിലെ ജയിൽ പോലെ അല്ലല്ലോ അവിടെ. അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. അവിടെ നിനക്ക് ഒരു പോരണമെന്നുണ്ടെങ്കിലേ നന്നായിട്ട് പൈസ ഇടണം. കാർണോറയിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വഴിക്ക് അയാളെ ഇറക്കാനൊക്കെ ആയിട്ട് നോക്കുമായിരിക്കും. എന്നാലും അത്ര പെട്ടെന്നൊന്നും അവനെ അവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലമ്മേ. അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. കുറഞ്ഞത് ഒരു മാസമെങ്കിലും അവൻ അവിടുത്തെ ജയിലിൽ കിടന്ന് അനുഭവിക്കുമെന്നൊക്കെ തന്നെ പറയുകയാണ്. അതിനുള്ളിൽ തന്നെ അവനെ അവിടെ സ്ഥിരമായിട്ട് തളയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗം നോക്കണമെന്നും അഭി പറയുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, അതേ മോനെ, അവൻ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുകയാണെങ്കിലേ അത് മതി ഈ ജന്മം നമുക്ക് സന്തോഷിക്കാൻ. എനിക്കിപ്പം നയനയോടുള്ളതിനൊക്കെ കൂടുതൽ ശത്രുത ദേവയാനിയോടാ. സ്വന്തം മോന്റെ ദുരവസ്ഥ ഓർത്ത് അവൾ ഇരുന്ന് കരയുന്ന എനിക്ക് കാണണം. അവളുടെ കണ്ണീര് കാണാതെ എൻ്റെ മനസ്സിന് തണുക്കൂല എന്നൊക്കെ തന്നെ ജലജ പറയുകയാണ്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അമ്മേ, ഇപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് നവ്യനെ മാത്രമാ. നവ്യ നമ്മുടെ കൈവിട്ട് പോകാതെ നോക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും നവ്യ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ നോക്കണം. അവളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ചന്തുമോളുടെ കാര്യം നവ്യ അറിയാതെ മാക്സിമം നമുക്ക് നോക്കണം എന്നൊക്കെ അഭി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതിനി എങ്ങനെ നടന്നാടാ നീ പറയുന്നത്? ദേവനി ഏതു നേരവും ചന്തുമോളുടെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ആ കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറയുന്നത് എന്നോടാ. അതിന് ആഹാരം കൊടുക്കാനും അതിനെ കുളിപ്പിക്കാനും അതിനെ കളിപ്പിക്കാനും ഒക്കെ ദേവനെ എന്നോടാന്നേ പറയുന്നത്. അതൊക്കെ ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ നിന്റെ ഭാര്യയ്ക്ക് സംശയം ആകത്തില്ലേടാ. ചെയ്തു കൊടുത്തില്ലെങ്കിലോ നവ്യയുടെ മുമ്പിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ ഈ വീട്ടിലുള്ള എല്ലാ പണികളും അവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ദേവയാനി. ആ ഒരുമ്പട്ടവളിരുന്ന് കരയുന്ന കണ്ടാലേ എനിക്കിനി സമാധാനം ആകുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നീ അതിനുള്ള വഴികളൊക്കെ നോക്ക്, അല്ലെങ്കിൽ ഈ വീട്ടിലെ പണി മുഴുവൻ എടുത്ത് എൻ്റെ നടുവൊടിയും എന്നൊക്കെ തന്നെ ജലജ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അമ്മേ, അധിക നാളൊന്നും അമ്മയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലമ്മേ. അതിനു മുമ്പ് തന്നെ ഞാൻ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും. അമ്മയുടെ കരണത്തടിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല. അമ്മ അതുകൊണ്ട് സമാധാനമായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ അഭി പറയുന്നുണ്ട്. ജലജ എന്നിട്ട് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ആദർശ് ജയിലിലാന്ന് അറിയുമ്പോഴേക്കും നയനയും അതുപോലെ ദേവയാനയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇരുന്ന് കരയുന്നതും സങ്കടപ്പെട്ട് ഒരു മരണവീട് പോലെ ഈ വീടാകുന്നതും ഒക്കെ ഓർത്തിങ്ങനെ സന്തോഷിക്കുകയാണ്. എന്തായാലും അവരിപ്പോൾ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അറിയുമ്പം എനിക്ക് നല്ലൊരു തിരിച്ചടി തന്നെ അവർക്ക് കൊടുത്തേ മതിയാവുള്ളൂ എന്നും ചിന്തിക്കുകയാണ്. അന്നേരം ദേവയാനിക്ക് കൊടുക്കാനുള്ളതൊന്നും ഒട്ടും കുറയാതെ തന്നെ ഞാൻ കൊടുത്തിരിക്കുമെന്നും പറയുകയാണ്. ഈ ഒരു വാർത്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജലജ നയനോടൊക്കെ പോയിട്ട് ആദർശിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദർശ് വിളിക്കാത്തതിന്റെ ഒരു വിഷമം നയനയ്ക്കുണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മുടെ ജലജ നയനേനെ ഒന്ന് ചൊറിയാനായിട്ട് പോകുന്നത്. ആ സമയത്ത് നയന നല്ല മറുപടി തന്നെയാണ് കേട്ടോ ജലജയ്ക്കും കൊടുക്കുന്നത്. എന്നാൽ അതൊന്നും കേട്ടിട്ട് ജലജയ്ക്ക് അത്ര വിഷമമൊന്നും ആകുന്നില്ല. കാരണം ഇനി അങ്ങോട്ടേക്ക് വിഷമിക്കാൻ പോകുന്നതും കരയാൻ പോകുന്നതും ഒക്കെ നിങ്ങളാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ജലജ ഒന്നും തിരിച്ചു പറയാതെ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിയാണ് കേട്ടോ. അനിക്കാണെങ്കിലും നന്ദുവിന് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇതുവരെ അവളെ കാണാൻ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമാണ്. വേണ്ടപ്പെട്ടവരെല്ലാം അവളെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ നയന അനിയെ വിലക്കിയിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകരുത്, നന്ദുവിനെ കാണരുതെന്നൊക്കെ.
ഇങ്ങനൊരു സാഹചര്യത്തിൽ നന്ദുവിനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കനകയും ഗോവിന്ദനും അതിനെ സമ്മതിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ അനി അങ്ങോട്ടേക്ക് പോകാനും മുതിരുന്നില്ല. പക്ഷേ നന്ദുവിനെ കാണാനായിട്ട് നവീൻ അവിടെ ചെന്നു എന്നറിയുമ്പോഴേക്കും എനിക്കത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിട്ട് അവളെ ഒന്ന് നേരിട്ട് കാണാനോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് നന്ദുവിനെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദ്യം അനി നന്ദുവിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും വന്ന് കണ്ടു എന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും എനിക്കത് ഒരുപാട് വിഷമമാക്കുകയും എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഇനി നിന്നെ കണ്ടാൽ മാത്രമേ എനിക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു ഒരുപാട് വിലക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് കേട്ടോ നമ്മുടെ അനി സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ശരിയടി, എനിക്കിനി നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. പോരാത്തതിന് വിഘ്നേഷും രാകേഷും ഒക്കെ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് കാണുകയും ചെയ്തു. വേണ്ടപ്പെട്ട എല്ലാവരും കണ്ടു. എന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ പറ്റാതെ പോയതിൻ്റെ വിഷമം അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം നന്ദു സമ്മതിക്കുന്നില്ല. നന്ദു പറയുന്നുണ്ട്, എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വരണ്ട, എന്താണെങ്കിലും കുഴപ്പമില്ല, നീ ഇങ്ങോട്ടേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ അതെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നിനക്കറിയാമല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒന്നും നീ ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ എനിക്ക് കാര്യമായ പരുക്കളൊന്നും ഇല്ല. എൻ്റെ കാല് ചെറുതായിട്ടൊന്നും മടിഞ്ഞിട്ടുണ്ട്, അതിന് ബാൻഡേജ് ഇട്ടുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നീ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നെന്നറിഞ്ഞാൽ അത് അവിടെയും ഇവിടെയൊക്കെ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് നീ അങ്ങനെ ഒരു സാഹസികത്തിന് മുതിരില്ലെന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. എന്നാലും അനി അതൊന്നും വകവയ്ക്കുന്നില്ല കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും അനി നന്ദാവനത്തിൽ എത്തുകയാണ്. എന്നിട്ട് മതിൽ ചാടി നന്ദുവിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ജനാല തുറക്ക്, ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല, നിന്നെ ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം എന്നൊക്കെ തന്നെ പറയുക. ആ സമയത്ത് നന്ദു ജനൽ തുറക്കുകയും അവർ തമ്മിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുന് ആകെ പേടിയാകുകയാണ് കേട്ടോ. ഈ സമയത്ത് അനി എന്നെ കാണാൻ വന്നു എന്നറിയുമ്പോഴേക്കും അത് എന്തുമാത്രം വലിയൊരു പ്രശ്നത്തിന് തുടക്കമാകുമെന്നൊക്കെ ഓർത്ത് തന്നെ പേടിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, ഈ സമയത്താണോടാ നീ എന്നെ കാണാൻ വന്നതെന്നൊക്കെ തന്നെ രീതിയിൽ ചോദിക്കുമ്പോഴേക്കും, പകൽ വന്നാലും നിന്നെ കാണാൻ കഴിയില്ലല്ലോ, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നയനേട്ടത്തി ആണെങ്കിലും എന്നോട് നിന്നെ കാണാൻ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നയനേട്ടത്തി ആണെങ്കിലും അതിന് സമ്മതിച്ചില്ല. പിന്നെ എങ്ങനെയാടി നിന്നെ കാണാതെ ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെ തന്നെ ചോദിക്കാം. എന്നിട്ട് പെട്ടെന്ന് പോകാനൊക്കെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാനും നന്ദു പറയുകയാണ് കേട്ടോ. കാരണം ഗോവിന്ദനും കനകയൊക്കെ ചെറിയൊരൊച്ച കേട്ടാലും പെട്ടെന്ന് എഴുന്നേക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് കള്ളന്മാരും എല്ലാം കയറിയതാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ ചാടി എഴുന്നേക്കും എന്നൊക്കെ തന്നെ പറയുക. പിന്നെ ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമാകും എന്നൊക്കെ തന്നെ പറയുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഗോവിന്ദൻ എഴുന്നേൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കനകേനെ വിളിച്ച് ഉണർത്തിയിട്ട് ടോർച്ചൊക്കെ ആയിട്ട് മുറ്റത്തിറങ്ങി എല്ലാം ഒന്ന് പരിശോധിക്കുകയൊക്കെയാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും മുറ്റത്തിറങ്ങി എല്ലാം നോക്കുന്ന സമയത്ത് അനി നൈസായിട്ട് നന്ദുൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. കനകയും ഗോവിന്ദനും പുറത്ത് കള്ളന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് മുറ്റത്തിറങ്ങിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങി പോകാനും പറ്റുന്നില്ല. നന്ദു ആണെങ്കിലും അനിയെ കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. നീ എന്തു പണിയാടാ ഈ കാണിച്ചത്? നീ എൻ്റെ റൂമിലോട്ട് കയറി വന്ന എന്തിനാ? അച്ഛനും അമ്മയും എങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നുള്ളത് നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ തന്നെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുക. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അത് സാരമില്ലടി, അങ്ങനെയെങ്കിലും നിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പിടിച്ചാൽ പിടിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ? അവർ കാണാതെ ഇറങ്ങിപ്പോകാൻ ഞാൻ നോക്കാം. അവരെങ്ങാനും ഇനി ഈ റൂമിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ കാട്ടിലടിയിൽ വല്ല ഒളിച്ചോളാം, എന്നിട്ട് ആരും കാണാതെ ഇറങ്ങി പോകാനും നോക്കാം. അതിനും പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ പിടിച്ചാൽ പിടിക്കട്ടെ, എന്തായാലും രണ്ടും കളിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചേക്കുന്നതൊക്കെ പറയുകയാണ്. കള്ളം കയറിയതായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് അച്ഛനും അമ്മയും ഇനി ആൾക്കാരെ വിളിച്ചു കൂട്ടിയാൽ നീ എന്ത് ചെയ്യൂടാ? എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പൊയ്ക്കോളാൻ. ഇപ്പം നീ എന്നെ കാണാൻ വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇപ്പം നീ എന്നെ കാണാൻ വന്നുകൊണ്ട് എൻ്റെ സമാധാനം കൂടി ഇല്ലാതായത്. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടിയിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയാണ് കേട്ടോ. ആ സമയത്ത് ഗേറ്റിനപ്പുറം നോക്കുമ്പോഴേക്കും അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നോക്കിയപ്പം അത് അനിയുടെ ബൈക്കാണെന്ന് ഗോവിന്ദന് മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും കനകയോടും പറയുന്നുണ്ട്, ഇത് അനിയുടെ ബൈക്കാണല്ലോ, ഇനി അനി ആയിരിക്കുമോ നന്ദുവിനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ തന്നെ സംശയിക്കുകയാണ്. എന്നിട്ട് അവർ നേരെ വീടിനകത്തോട്ട് കയറി വരികയാണ് കേട്ടോ. ആ സമയം അനി നന്ദുവിൻ്റെ റൂമിൽ ഒളിച്ചിരിക്കുകയാണ്. കനകയും ഗോവിന്ദനും കൂടെ നന്ദുവിൻ്റെ മുറിയിലോട്ട് വരുമ്പോഴേക്കും നന്ദു ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ ആ ഒരു പേടിയും പരിഭ്രമവും ഒക്കെ കാണുമ്പോൾ തന്നെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് കനക മനസ്സിലാക്കുന്നുണ്ട്. കനക പറയുന്നുണ്ട്, നന്ദു, എന്താ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? നിന്നെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്നൊക്കെ തന്നെ ചോദിക്കാം. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, എന്നെ കാണാൻ ആരും വന്നില്ല. അമ്മ എന്തായി പറയുന്നത്? ഈ രാത്രിയിൽ എന്നെ കാണാൻ ആര് വരാനാ എന്നൊക്കെ തന്നെ നന്ദു ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ചോദിക്കുന്നുണ്ട്, സത്യം പറ നന്ദൂട്ടാ, നിന്നെ കാണാൻ അനി ഇവിടെ വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ലമ്മേ, ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? എന്നെ കാണാൻ ആരും വന്നില്ല. അങ്ങനെ അവന് വരാനാണെങ്കിൽ അവന് പകല് വന്നുകൂടായിരുന്നോ എന്ന് തന്നെ ചോദിക്കാം.
പകൽ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ കാണാനായിട്ട് വരരുതെന്ന്. അതുപോലെ തന്നെ നയനയും അതിനെ സമ്മതിക്കാനെന്നറിയാം. അവൻ ഈ രാത്രിയിൽ നിന്നെ കാണാൻ വന്നിരുന്നോ എന്നാ ഞാൻ ചോദിച്ചതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പം നന്ദുവിനെ പെട്ടെന്ന് ഉത്തരം മുട്ടുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഏയ് ഇല്ലമ്മേ, അങ്ങനെ എന്നെ കാണാൻ വന്നാൽ നിങ്ങൾ അറിയില്ല എന്നൊക്കെ തന്നെ ചോദിക്കാം. പിന്നെ എല്ലാവരും അറിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാകില്ലേ അമ്മേ, അതുകൊണ്ട് അവൻ എന്തായാലും അങ്ങനെ ഒരു സാഹസ്യം കാണിക്കില്ലായിരിക്കാം എന്നിങ്ങനെ നന്ദു പറയുമ്പോഴേക്കും തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മോളെ അനിയുടെ ബൈക്ക് മുറ്റത്ത് വന്നത്? അവൻ്റെ വണ്ടി മുറ്റത്ത് നിൽപ്പുണ്ടല്ലോ. അവൻ നിന്നെ കാണാൻ ഇവിടെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മോളെന്തിനാ കള്ളം പറയുന്നത് തന്നെ ചോദിക്കുക. അപ്പോഴേക്കും നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് പിന്നെ അച്ഛ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദുവിനോട് ചൂടാകാം. എടി നീ ഇത് എന്ത് കൽപ്പിച്ചാടി? പാതിരാത്രിയിൽ നിന്റെ റൂമിലോട്ട് ഒരുത്തൻ കയറി വന്നു എന്നറിയുമ്പോഴേക്കും എല്ലാവരും എന്ത് പറയൂടി? നീ ഇത് എന്ത് ഭാവിച്ചാ? എനിക്കറിയാൻ പാടില്ല നീ എന്നതൊക്കെയാടി ഈ കാണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നിന്നെ കാണാൻ അനി ഇവിടെ വന്നിട്ടുണ്ട്. അവനെ നീ ഇനി ഇവിടെങ്ങാണ്ട് ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടോടി എന്നൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും നന്ദു ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ ആ ഒരു പേടി കാണുമ്പോഴേക്കും കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ കണ്ടോ ഇവളുടെ പേടി കണ്ടോ? ഇവളുടെ പേടി കാണുമ്പോൾ തന്നെ അറിയാം അനി ഇവളെ കാണാൻ വന്നു എന്നുള്ള കാര്യം. അപ്പൊ നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ എന്താ മോളെ ഈ കാണിക്കുന്നത്? ഇതെങ്ങാനും പുറത്തുള്ളവരറിഞ്ഞ എന്തുമാത്രം നാണക്കേടാകും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ മോക്ക്? അനി മോളെ കാണാൻ ഈ സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നു എന്നറിയുമ്പോഴേക്കും അത് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് മോക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് മോൾ എന്തിനാ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചെന്നൊക്കെ തന്നെ ചോദിക്കുക. ആ സമയത്ത് നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും കനക നന്ദുവിനെ തല്ലാനായിട്ട് പോകുമ്പോഴേക്കും അനി ഉടനെ പറയുന്നുണ്ട്, വേണ്ട അവളെ നിങ്ങൾ തല്ലണ്ട, അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവളും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാ അവളെ വിളിച്ച് ഉണർത്തിയത്. അവൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട് അവളെ കാണാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസ്യം കാണിച്ചത്. അതിൽ അവൾക്ക് ഒരു പങ്കുമില്ല. അവളെ ഉപദ്രവിക്കേണ്ടെന്നൊക്കെ തന്നെ അനി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനിയ അലമാരയുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അലമാരയുടെ ഇടയിൽ നിന്ന് അനി പുറത്തോട്ട് വരുന്ന കാണുമ്പോഴേക്കും കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ആകെ ഷോക്കാവുന്നുണ്ട്. അനി ഇങ്ങനെ ഒരു സാഹസ്യം കാണിച്ചുകൊണ്ട് തന്നെ ആകെ സങ്കടത്തിലാവുകയാണ് കേട്ടോ കനകയും ഗോവിന്ദനും. എന്നിട്ട് അനി അവരോട് പറയുന്നുണ്ട്, അമ്മേ അച്ഛ ഇതില് നന്ദുവിന് ഒരു പങ്കുമില്ല. നന്ദുവിനെ കാണാനായിട്ട് അവളുടെ സമ്മതമില്ലാതെ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. കള്ളനാണോ കയറിയെന്ന് അറിയാനായിട്ട് നിങ്ങൾ പുറത്ത് അന്വേഷിച്ചപ്പം ഞാൻ അകത്തോട്ട് കയറി വന്നതാ. എനിക്ക് ഇവളെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. എനിക്ക് നന്ദുവിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് നന്ദു പോകത്തുമില്ല. ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നാളെ ഇതിപ്പം ഏട്ടത്തെയോ ഏട്ടനെയോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് നന്ദുവിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നന്ദു ആണെങ്കിലും ആകെ ധർമ്മസങ്കടത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകയും ഗോവിന്ദനും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല.